മലമ്പുഴ മണ്ഡലത്തിലെ വിവിധ പരിസ്ഥിതി പ്രശ്നങ്ങൾ മുൻനിർത്തി ജനകീയ സമിതിയുമായി ശോഭാ സുരേന്ദ്രൻ രംഗത്ത്. മണ്ണിനും ജലത്തിനും വേണ്ടിയുള്ള ജനകീയ പോരാട്ടമാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. കഞ്ചിക്കോട്ടെ ഇരുമ്പുരുക്ക് കമ്പനിക്കെതിരായും മലമ്പുഴയിലെ ഇമേജ് എന്ന ആശുപത്രി മാലിന്യ സംസ്കരണ യൂണിറ്റിന്റെ ജലചൂഷണത്തിനെതിരായും ക്ഷേത്രഭൂമി സ്വകാര്യ കമ്പനി കയ്യേറിയതിനെതിരായുമുള്ള സമരമാണ് ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ജനകീയ സമിതി ഏറ്റെടുത്തിരിക്കുന്നത്. കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത താൽപര്യങ്ങൾക്കും അതീതമായി ബഹുജന കൂട്ടായ്മയാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ശോഭ വ്യക്തമാക്കുന്നു. കുട്ടികളും സ്ത്രീകളും ആ ഗ്രാമങ്ങൾ 6 വാർഡ് ഒന്നടങ്കമാണ് ഈ പാരഗൺ സ്റ്റീലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമരരംഗത്തുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആവശ്യങ്ങൾ ഒരു ജനകീയമായിട്ടുള്ള സമര രീതിയിലൂടെ ആ ആവശ്യങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്ന് മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ ജില്ലാ നേതൃത്വത്തിനെതിരെ മുൻപ് രംഗത്തെത്തിയിരുന്നു. തന്റെ തോൽവിക്ക് ഉത്തരവാദികൾ ജില്ലാ നേതൃത്വമാണെന്ന ദേശീയ നേതൃത്വത്തോട് പരാതി പറഞ്ഞ ശോഭ പ്രവർത്തന മേഖല പാലക്കാട്ടേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ BJPയുടെ സംസ്ഥാന നേതൃത്വത്തോട് ആലോചിച്ചാണ് തന്റെ പ്രവർത്തനമെന്ന ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴും ജില്ലാ നേതൃത്വത്തിലാരും അവരോടൊപ്പം വാർത്താ സമ്മേളനത്തിനെത്താതിരുന്നതും ശ്രദ്ധേയമായി. ശ്രീകുമാരൻ, റിപ്പോർട്ടർ, പാലക്കാട്.